അതുപോലെ തന്നെ കമ്മിറ്റി ഭാരവാഹികൾ, കാരണവന്മാരെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നമുക്കറിയാം അല്ലാഹുവിന്റെ റസൂൽ ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1499 ജന്മദിന ആഘോഷത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ മദ്രസ കുട്ടികളുടെ കലാപരിപാടികളൊക്കെ ആസ്വദിക്കാനായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പൊരുത്തപ്പെടുന്ന അമലായി സ്വീകരിക്കുമാറാവട്ടെ എന്ന് ഞാൻ ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും വളരെയേറെ സമയം കാത്തിരിക്കുന്നത് അത് പൊന്നുമക്കളുടെ പരിപാടി ആസ്വദിക്കാനാണെങ്കിൽ കൂടി ഒരവസരം തരുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹുകൾ എല്ലാവരും പറയുന്ന നേരത്തിൽ ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കറിയാം, നമ്മെ സംബന്ധിച്ചിടത്തോളം നാം കാണുന്ന ഈ ഒരു മുസ്ലിം ഉമ്മത്തിനെ, ഇന്ന് കാണുന്ന ഈ കോടാനുകോടി മുസ്ലിം ഉമ്മത്ത് ഇന്ന് അല്ലാഹുവിന്റെ ഇബാദത്ത് ചെയ്യാൻ ഒരു കാരണമുണ്ടെങ്കിൽ അത് 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണെന്നുള്ളത്. ആയതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂലിനെ പ്രിയം വയ്ക്കുക എന്നുള്ളതും അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുക എന്നുള്ളതും ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. ആയതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഷഹാദത്ത് കലിമയിൽ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ളത് തന്നെയാണ്. കാരണം തീർച്ചയായും അല്ലാഹു ഒരുവനാണെന്നും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അത് അല്ലാഹുവിന്റെ പ്രവാചകനാണെന്നുമുള്ള ഒരു ആദർശം നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ നാം സാക്ഷ്യം വഹിക്കുന്ന ഒരു കാരണം കൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ ഇന്ന് മുസ്ലിം ഉമ്മത്തായി ജീവിച്ചിരിക്കുന്നത്. അക്രമത്തിലും അരാജകത്വത്തിലും വാടുകൊണ്ടിരുന്ന ഒരു ഇരുണ്ട കാലഘട്ടം എന്ന് ലോകം തന്നെ വിശേഷിപ്പിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലേക്ക് ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചവുമായി അന്ത്യപ്രവാചകൻ കടന്നു വരുമ്പോ അന്നുള്ള കാലഘട്ടത്തിൽ ഇസ്ലാം എന്താണെന്ന് പോലും അറിയാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് അല്ലാഹു ഒരുവനാണെന്നുള്ള ഒരു മന്ത്രധ്വനിയുമായിട്ട് പ്രവാചകൻ കടന്നു വരുന്നത്. 40 വർഷക്കാലം തന്റെ ജീവിതത്തിൽ ഒരു തെറ്റുപോലും ചെയ്യാതെ ആ ഉമ്മത്തിന്റെ മുന്നിലേക്ക് ജീവിതം മുഴുവനും കാഴ്ചവെച്ചുകൊണ്ട് അവസാനം 40ാമത്തെ വയസ്സിൽ തനിക്ക് പ്രവാചകത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ മുഖേന അയച്ചു കൊടുക്കുന്ന സമയത്ത് പിന്നീട് അങ്ങോട്ട് ദഅവത്തിന്റെ വഴികളിലേക്ക് മുന്നൊരുക്കുമ്പോ അക്രമം അങ്ങോട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് ഒരുപാട് കടന്നു വന്നപ്പോഴും അല്ലാഹുവിന്റെ റസൂൽ അതെല്ലാം സഹിച്ചത് ഇസ്ലാം എന്നുള്ള ഒരു മുസ്ലിം ഉമ്മത്തിന് വേണ്ടി മാത്രമാണ്. ആയതുകൊണ്ട് തന്നെ തന്റെ കാൽമുട്ടിന്റെ താഴെയിൽ നിന്നും ചോര വാർന്നൊലിച്ചതിന് ശേഷം അത് കണ്ട് അല്ലാഹു പോലും സഹിക്കാൻ വയ്യാതെ ആയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആകാശ ലോകത്തിൽ നിന്നും താഴെ ഇറക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നബിയെ, പ്രവാചകരെ, നിങ്ങളൊന്ന് സമ്മതം തരികയാണെങ്കിൽ ആ കാണുന്ന 2 മലകൾക്കിടയിൽ ആ ഒരു സമൂഹത്തെ മുഴുവനും ഞാൻ നശിപ്പിക്കാം നബിയെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുമ്പോ അവിടെ നിന്നും അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഒരു വാക്കുണ്ട്, ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഇടം നേടിയ ഒരു വാക്ക്, അതാണ് ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ ഒരു മുദ്രാവാക്യം കൂടി മാറിയ ഒരു വാക്ക്. കാരണം എന്താണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്? ആ കാണുന്ന സമുദായത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇസ്ലാം സ്വീകരിച്ചാൽ അത് നമ്മുടെ വിജയമാണ് ജിബ്രീലെ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് അവിടെ നിന്നും അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പഠിപ്പിച്ചു കൊടുക്കുമ്പോ അവിടെയാണ് ഇസ്ലാമിന്റെ കാരുണ്യം എന്താണെന്ന് നാം മനസ്സിലാക്കേണ്ടത്. ആയതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു മുഅ്മിനായിരിക്കെ നാം എല്ലാവരും അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമായതിനാൽ തന്നെ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന അവിടുത്തെ സ്വഹാബാക്കളിൽ പലരും അല്ലാഹുവിന്റെ റസൂലിനെ സ്വന്തം ജീവനെക്കാളും സ്നേഹിച്ചു എന്നുള്ളത് ചരിത്രത്തിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ അരികിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് അവിടെ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പോയിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, യാ ഉമർ, നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണെന്ന് അവിടെ നിന്നും ചോദിക്കുമ്പോ ആ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, നബിയെ, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അങ്ങയാണ്. അപ്പോൾ 2ാമത്തെ പ്രാവശ്യം അവിടെ നിന്നും അല്ലാഹുവിന്റെ റസൂൽ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, യാ ഉമർ, താങ്കളുടെ എല്ലാവരെക്കാളും കുടുംബത്തെക്കാളും എല്ലാവരെക്കാളും താങ്കൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഞാൻ എന്റെ മാതാപിതാക്കളെക്കാളും ഉസ്താദുമാരെക്കാളും എന്റെ സന്താനങ്ങളെക്കാളും സകലമായ ആളുകളെക്കാളും ഞാൻ സ്നേഹിക്കുന്നത് അങ്ങയാണ് റസൂലേ എന്ന് അവിടെ നിന്നും കഥ പറയുകയാണ്. 2ാമത്തെ പ്രാവശ്യം 3ാമത്തെ പ്രാവശ്യമായി അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നുണ്ട്,
ഉമറെ, നീ നിന്നെക്കാളും എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഒരു നിമിഷം ഉമർ റളിയല്ലാഹു അൻഹു മൗനം പാലിക്കുകയാണ്. ആ ഒരു നിമിഷത്തിനുള്ളിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം അങ്ങോട്ട് തടുക്കുകയാണ്, ചുവന്ന് വിറങ്ങലിക്കുകയാണ്. ഇത് കണ്ട ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്ന ഒരു സംഭവമുണ്ട്. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഈ ലോകത്ത് എന്റെ ശരീരത്തെക്കാളും ഞാൻ സ്നേഹിക്കുന്നത് അങ്ങയാണ്. അതുകൊണ്ടല്ലേ അങ്ങ് ഉഹുദ് യുദ്ധത്തിൽ അങ്ങയുടെ നേരിലേക്ക് കടന്നു വന്നിരുന്ന ഒരു അമ്പ് ഞാൻ എന്റെ ശരീരം കൊണ്ട് തടുത്തത് റസൂലേ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചരിത്രം പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് അവിടെ പ്രവാചകനും സ്വഹാബത്തിനോടുള്ള പ്രണയമാണ് എന്നുള്ളതാണ്. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിനോട് ഒരിക്കൽ അവിടെ നിന്നും ഹജ്ജത്തുൽ വിദാഇന്റെ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്നും ചോദിക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് സ്വഹാബത്തിനെ സാക്ഷിയാക്കിക്കൊണ്ട് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടെ നിന്നും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. തീർച്ചയായും ഞാനിത് എന്റെ അവസാനത്തെ പ്രസംഗമാണ് സ്വഹാബ, ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്നും ആ കാണുന്ന സ്വഹാബാക്കൾ മുഴുവനും നിശബ്ദരായി പോവുകയാണ്. ഈ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ രണ്ടാമത്തെ പ്രാവശ്യം ചോദിക്കുകയാണ്, യാ സ്വഹാബ, നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ സ്വഹാബ? ഈ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് അവിടെ നിന്നും ഒരു സ്വഹാബി എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, എനിക്ക് അങ്ങയോട് ഒരു പ്രതികാരം ചെയ്യാനുണ്ട്. ആ കാണുന്ന സകലമായ സ്വഹാബികളും അങ്ങോട്ട് ദേഷ്യപ്പെടാൻ തുടങ്ങി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പലരും എഴുന്നേറ്റ് ആ സ്വഹാബത്തിനെ ആക്രമിക്കാൻ വരെ പോവാൻ തുടങ്ങിയെന്ന് ചരിത്രം പഠിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ആ വേദിയിൽ നിന്നും ആളാരാണെന്ന് അന്വേഷിക്കുമ്പോ അത് മറ്റാരുമല്ല, തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഉക്കാശ റളിയല്ലാഹു അൻഹു ആണ്. ഉക്കാശ റളിയല്ലാഹു അൻഹു ആ സദസ്സിന്റെ നടുവിൽ നിന്ന് എഴുന്നേറ്റ് വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് ഈ ഭൂമി ലോകത്ത് വെച്ചിട്ട് അങ്ങയോട് എനിക്കൊരു പ്രതികാരം ചെയ്യാനുണ്ട്. അങ്ങയുടെ ഹജ്ജത്തുൽ വിദാഇന്റെ സമയമാണെന്ന് എനിക്കറിയാം റസൂലേ, ആയതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങയോട് ഒരു പ്രതികാരം ചെയ്യാനുണ്ടെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ അവിടെ നിന്നും ഉക്കാശ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുമ്പോ ഉക്കാശ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ കാര്യം അന്വേഷിക്കുകയാണ്. അങ്ങനെ ഉക്കാശ റളിയല്ലാഹു അൻഹു പറഞ്ഞു പോവുകയാണ്, ഈ എന്റെ ഉഹുദ് യുദ്ധത്തിൽ എന്നെ വരി നിർത്തുന്ന സമയത്ത് അങ്ങ് എന്നെ ഒരു അടിയടിച്ചിട്ട് റസൂലേ, ആയതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങയോട് അതിനുള്ള പ്രതികാരം വീട്ടണം തങ്ങളെ എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അങ്ങോട്ട് ചോദിക്കുകയാണ്, തനിക്ക് എന്നെ അടിക്കണമെങ്കിൽ അടിച്ചോ ഉക്കാശ, നീ എന്നെ അടിക്കണമെങ്കിൽ എന്നെ അടിച്ചോ ഉക്കാശ, ഞാൻ തിന്നു തരാം ഉക്കാശ എന്ന് പറയുമ്പോ ഉക്കാശ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് വീണ്ടും പറയുകയാണ്, റസൂലേ, എനിക്ക് അങ്ങേ സാധാരണയായിട്ടല്ല അടിക്കേണ്ടത്, അങ്ങേ എന്നെ അടിച്ച ഒരു വടിയുണ്ട് തങ്ങളെ, ആ വടി കൊണ്ട് തന്നെ എനിക്ക് അങ്ങേ അടിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ഉക്കാശ റളിയല്ലാഹു അൻഹു പറയുമ്പോ ഉഹുദ് യുദ്ധത്തിൽ താൻ ഉപയോഗിച്ചിരുന്ന തന്റെ വടി ഫാത്തിമ ബീവിയുടെ വീടിന്റെ അകത്തളത്തിലുണ്ടെന്ന് പറഞ്ഞിട്ട് തന്റെ പേരക്കിടാങ്ങളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അതെടുക്കാൻ വേണ്ടി പറഞ്ഞയക്കുകയാണ്. അങ്ങനെ അതെടുക്കാൻ വേണ്ടി പറഞ്ഞയച്ചുകൊണ്ട് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ആ വടികളെ എടുക്കാൻ വേണ്ടിയിട്ട് ഓടുകയാണ്. എന്നിട്ട് ഫാത്തിമ ബീവിയോട് ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ്, കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഫാത്തിമ ബീവി വളരെ ആശ്ചര്യത്തോടു കൂടി മനസ്സോടുകൂടി തന്റെ പിതാവ് ലോകം കണ്ട ഏറ്റവും വലിയ നീതിമാനായ ലോകൈക ഗുരു മുഹമ്മദേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു കാര്യമാണല്ലോ, അതുകൊണ്ട് ഞാൻ തട്ടിക്കളയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വീടിന്റെ അകത്തളത്തിലുള്ള ആ വടി അങ്ങോട്ട് എടുത്തു കൊടുക്കുകയാണ്. അതാ തന്റെ പേരക്കിടാങ്ങൾ ആ വടിയുമായിട്ട് ഓടി വന്ന റസൂലിന്റെ അരികിലേക്ക് വന്നുകൊണ്ട് പറയുന്നുണ്ട്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ആ വടി എടുത്തു കൊണ്ടുവന്നിട്ട് ഉക്കാശ റളിയല്ലാഹു അൻഹുവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം ഉക്കാശ റളിയല്ലാഹു അൻഹുവിനോട് തനിക്ക് വേണ്ടിയുള്ള ആ പ്രതികാരം എന്റെ പേരിലേക്ക് കടന്നു ചെന്നോളൂ എന്ന് പറയുമ്പോ താങ്കൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എന്നെ തല്ലാം, ഞാൻ അതിന് അധികാരപ്പെട്ടവനാണ്. കാരണം തന്റെ ഹൃദയത്തിൽ അങ്ങനത്തെ ഒരു വേദന എന്റെ മേലുണ്ടെങ്കിൽ അത് തീർച്ചയായും ഞാൻ നാളെ അല്ലാഹുവിന്റെ അടുത്ത് മറുപടി പറയേണ്ട ഒരു കാര്യമാണ്. ആയതുകൊണ്ട് തന്നെ നീ എന്നെ തല്ലിക്കോളൂ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ലോകം കണ്ട ഏറ്റവും വലിയ നീതിമാനായ ലോകൈക ഗുരു മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലക്ഷക്കണക്കിന് വരുന്ന സഹാബത്തിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഹജ്ജത്തുൽ വിദാഇന്റെ സമയത്ത് പറഞ്ഞു കൊടുക്കുമ്പോ അവിടെ നിന്ന് അതാ ഉക്കാശ റളിയല്ലാഹു അൻഹു വീണ്ടും പറയുകയാണ്, യാ റസൂലല്ലാഹ്, എനിക്ക് അങ്ങയെ തല്ലുമ്പോ ഞാൻ അങ്ങയെ തല്ലുമ്പോ അങ്ങ് എങ്ങനെയാണോ എന്നെ തല്ലിയിരുന്നത് അതുപോലെ അങ്ങ് മാറിയിരിക്കണം റസൂലേ എന്ന് പറയുമ്പോൾ ഇത് എങ്ങനെയാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ഉക്കാശ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, ആ കാണുന്ന സമുദായം മുഴുവനും ലക്ഷക്കണക്കിന് വരുന്ന സഹാബത്ത് മുഴുവനും ഒരു നിമിഷം നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചിന്തിച്ചു പോകുന്ന ഒരു സന്ദർഭമുണ്ട്. ആ ലക്ഷക്കണക്കിന് വരുന്ന സഹാബത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഉക്കാശ റളിയല്ലാഹു അൻഹു തന്റെ നേതാവായ റസൂലിനോട് പറയുന്നുണ്ട്, റസൂലേ, അങ്ങനെ തല്ലുന്ന സമയത്ത് എന്റെ ശരീരത്തിൽ വസ്ത്രമുണ്ടായിരുന്നില്ല തങ്ങളെ, അങ്ങനെ തല്ലുന്ന സമയത്തിൽ എന്റെ മേത്ത് വസ്ത്രമുണ്ടായിരുന്നില്ല തങ്ങളെ. ആയതുകൊണ്ട് തന്നെ അങ്ങയുടെ ശിരസിൽ ഉപയോഗിച്ചിരുന്ന ആ തുണിയുണ്ടല്ലോ, ആ വസ്ത്രമുണ്ടല്ലോ, ആ കമീസുണ്ടല്ലോ, അതൊന്ന് അങ്ങോട്ട് മാറ്റുമോ റസൂലേ എന്ന് പറയുമ്പോ ആ കാണുന്ന സഹാബത്തിന് സഹിക്കാൻ കഴിയുന്നില്ല. അവര് പലരും എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഉക്കാശ റളിയല്ലാഹു അൻഹുവിന് വളരെയേറെ ആഭാസം വിളിക്കാൻ തുടങ്ങി, അങ്ങോട്ട് പ്രതികരിക്കാൻ തുടങ്ങി. ഇത് കേട്ട ലോകത്തിന്റെ പ്രവാചകനായ ലോകേ ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്നും പറയുകയാണ്, യാ സഹാബ, ഇത് ഞാനും ഉക്കാശയും തമ്മിലുള്ള പ്രശ്നമാണ്. ഇത് ഉക്കാശ റളിയല്ലാഹു അൻഹുവിന് എന്നോട് ചെയ്യാനുള്ള പ്രതികാരമാണ്. ഇതിന് നിങ്ങൾ എങ്ങാനും നടുവിൽ നിന്ന് കഴിഞ്ഞാൽ അതിന് മറുപടി ഞാൻ അല്ലാഹുവിന്റെ അടുക്കൽ പറയേണ്ടി വരും ഉക്കാശ. ആയതുകൊണ്ട് തന്നെ ഉക്കാശ, താങ്കൾ എങ്ങനെയാണോ ഞാൻ എങ്ങനെയാണോ താങ്കളെ തല്ലിയത് അതുപോലെ തന്നെ ഞാൻ നിന്നുകൊള്ളാം ഉക്കാശ എന്ന് അവിടെ നിന്നും പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് തന്റെ മേത്തിലിരുന്ന ആ കമീസ് ഔറത്ത് മറിഞ്ഞ രൂപത്തിൽ തന്നെ മാറ്റുകയാണ് തന്റെ ശിരസിൽ. തന്റെ ശിരസ് അങ്ങോട്ട് കണ്ടപ്പോൾ സഹാബത്ത് മുഴുവനും വരന്നു പോയി. കാരണം ഈ ലോകത്ത് വെച്ചിട്ട് ഇത്രത്തോളം ഭംഗിയുള്ള, ഇത്രത്തോളം കാണാൻ വിളവെടുത്തതായ നല്ല സുന്ദരമായ ഒരു ശിരസ്, ഒരു ശരീരം ഒരാളും കണ്ടിട്ടുണ്ടാവില്ല. അത്രത്തോളം മനോഹരമായ ശരീരത്തിന്റെ പ്രഭ അങ്ങോട്ട് വെട്ടിത്തിളങ്ങാൻ തുടങ്ങിയപ്പോ ഉക്കാശ റളിയല്ലാഹു അൻഹു ചെയ്തതെന്താണെന്നറിയോ? ചരിത്രം പോലും ആ കാണുന്ന സകലമാന സഹാബാക്കളുടെയും കണ്ണുകളിൽ നിന്ന് കണ്ണീര് വരാൻ തുടങ്ങി. അവിടെ നിന്ന് ഉക്കാശ റളിയല്ലാഹു അൻഹു ചെയ്തതാണ്, ആ വടി അങ്ങോട്ട് വലിച്ചെറിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ പോയിട്ട് കെട്ടിപ്പിടിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ പോയിട്ട് കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് സങ്കടം പറയുകയാണ്, യാ റസൂലല്ലാഹ്, അങ്ങനെക്ക് പുറത്തു തരണേ തങ്ങളെ, അങ്ങനെക്ക് പുറത്തു തരണേ തങ്ങളെ. കാരണം ഞാൻ എങ്ങാനും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ, അങ്ങയുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങളുടെ ശരീരത്തിന് തട്ടിയാൽ ആ ശരീരം നരകത്തിലേക്ക് പോകില്ല, ആ ശരീരം ഒരിക്കലും നരകത്തിനെ വിറകാകൂല എന്ന് അങ്ങ് തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. ഇനി എനിക്ക് സ്വസ്ഥമായി തങ്ങളെ, ഇനി എനിക്ക് ഇതുപോലത്തെ ഒരു അവസരം ലഭിക്കൂല. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങ് പൊരുത്തപ്പെട്ട് തരണേ റസൂലേ എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ ഏറ്റവും വലിയ നീതിമാനോട് അത്രത്തോളം പ്രിയം വെച്ച ഒരു സഹാബത്ത് നമ്മുടെ മുന്നിൽ കടന്നുപോയിട്ടുണ്ട് എന്നുള്ളത് ചരിത്രം വരെ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ നാം എല്ലാവരും മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും നമ്മൾ കടന്നു ചെല്ലുന്ന സമയത്ത് അത് ഏത് മേഖലയായിക്കോട്ടെ അല്ലാഹുവിന്റെ റസൂലിലും അല്ലാഹുവിനും തൃപ്തിപ്പെടുന്ന കാര്യത്തിലൂടെ നമ്മൾ കടന്നു ചെല്ലണമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നതും ഇന്നല്ലാഹ വ മലായികതിഹി യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. തീർച്ചയായും അല്ലാഹുവും അവന്റെ മാലാഖമാരും എൻ്റെ മേലിലേക്ക് സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, ആയതുകൊണ്ട് തന്നെ നിങ്ങളും എൻ്റെ മേലിലേക്ക് സ്വലാത്ത് ചൊല്ലണേ എന്ന് ലോക മുസ്ലിങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തരുമ്പോൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് അവരൊക്കെ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തേക്ക് അല്ലാഹുവിന്റെ റസൂലിനെ അതിയേറെ പ്രിയം വെച്ചിരുന്നു എന്നുള്ളതാണ്.
അപ്പൊ ഏത് വിധത്തിലുള്ള ആദർശങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നാലും അതൊന്നും ഒരിക്കലും നമ്മുടെ ഹുബ്ബുർ റസൂലിനെ ബാധിക്കാത്ത രീതിയിൽ തന്നെ നാം കൈകാര്യം ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സമയം കുറച്ച് അതിക്രമിച്ചുവെങ്കിലും നിങ്ങളെല്ലാവരോടും പൊരുത്തം ചോദിച്ചുകൊണ്ട് എല്ലാവരും ദുആകളിൽ ഉൾപ്പെടുത്തണമെന്ന് വസിയത്തോടു കൂടി ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മഅൽ വസിയത്തി ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.